സാറേ, ഉണ്ട്. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതാണ്. സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കും. ആരോഗ്യ വകുപ്പിനെയും ധനകാര്യ വകുപ്പിനെയും പദ്ധതി നടത്തിപ്പ് ചുമതലപ്പെടുത്തി. സാധാരണ ജനങ്ങളുടെ ചികിത്സാ ചിലവ് ലഘൂകരിക്കുന്നതിന് ഇത് പ്രയോജനപ്പെടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പദ്ധതി നടപ്പിലാക്കിയാൽ സ്വകാര്യ ആശുപത്രികൾ വളരുകയും സർക്കാർ ആശുപത്രികൾ പൂട്ടുകയും ചെയ്യുമെന്നത് വിചിത്രമായ വാദം. നിലവിലും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെടുത്തിയാണ്. ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും പങ്കാളികളാവും. വാഗ്ദാനം ചെയ്ത പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും. പദ്ധതി നടപ്പിലാക്കുക ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച ചെയ്ത ശേഷം. മെഡിസെപ് പദ്ധതിയെക്കുറിച്ച് നിലവിൽ ഒരുപാട് പരാതികളുണ്ട്. സംസ്ഥാനത്ത് അപൂർവ രോഗങ്ങളടക്കം വർദ്ധിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരം. നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഈ ഇൻഷുറൻസ് പദ്ധതി കാരണം നഷ്ടമാകില്ല. പരിശോധിച്ച ശേഷമേ പറയാനാകൂ. ഒരു രോഗം വന്നു കഴിയുമ്പോൾ ഒരു കുടുംബം തകരുന്നു. ആശുപത്രികളുടെ ബില്ല് അടച്ചിറങ്ങുമ്പോൾ പലരും വീട് പണയപ്പെടുത്തുന്നു. ചികിത്സാ ചെലവ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഞങ്ങൾ വിശദ പഠനം നടത്തിയ ശേഷമാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ ജനപ്രതിനിധികൾ എവിടെയെല്ലാം ഗ്യാരണ്ടി നിന്നിട്ടുണ്ട്. നമ്മളെയെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു വലിയ മനുഷ്യന്റെ പേരിലാണ് പദ്ധതി. പെൻഷൻ വർധന സർക്കാരിന്റെ പരിഗണനയിൽ. പെൻഷൻ വർധനവിന് LDF സർക്കാരിന്റെ കാലത്തുണ്ടായ കാലതാമസം ഈ സർക്കാരിന്റെ കാലത്തുണ്ടാകില്ല. ഈ മാസത്തെ പെൻഷൻ വിതരണം 24-ന് തുടങ്ങും. പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക പരിശോധിക്കണം. അനർഹർ പട്ടികയിലുണ്ടാകും. പ്രിയദർശിനി പദ്ധതി ഒരു ഓർഡിനറി ബസ് പോലും ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ല. വ്യാപകമായ കള്ളപ്രചാരണമാണ് നടത്തുന്നതെന്നും മന്ത്രി. 800 കോടി സർക്കാർ KSRTCക്ക് നൽകും. കൂടാതെ KSRTCയെ സ്വയം പര്യാപ്തമാക്കും. സർക്കാർ 800 കോടിയോളം രൂപ KSRTCക്ക് കൊടുക്കും. അത് കണ്ടെത്തി കൊടുക്കുന്നതിനൊപ്പം KSRTCയെ സ്വയം സർക്കാരിന് ഒരു സാമ്പത്തിക നയമുണ്ട്. ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ സർക്കാരിന്റെ പ്രീമിയം എത്രയാണെന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബിഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576 9745451369. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.